ഹലോ ഗൈസ്, ഇപ്പം ഞങ്ങൾ എവിടെയാണെന്നറിയോ? KMCT ഹോസ്പിറ്റലിലാണ് കേട്ടോ. എന്താ അവിടെയെന്നല്ലേ, ഞങ്ങളെ വീട്ടിലെ മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയില്ലേ ഒരു സമാധാനം ഉണ്ടാവില്ല. അല്ലും തുമ്പിയായിരുന്നു ആദ്യമൊക്കെ ഇതിന് ചുക്കാൻ പിടിക്കാന്നുണ്ടെങ്കിൽ ഇപ്പം ഹേസും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എത്രയെന്ന് വെച്ചിട്ടാ കുട്ടികൾ വീട്ടിലിങ്ങനെ മുഷിഞ്ഞിരിക്കുക, അവർക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുമ്പോൾ കൈ അണ്ണാക്കിലിട്ടിട്ടെങ്കിലും ഛർദ്ദിക്കും. അപ്പം ഞങ്ങൾ KMCTയിൽ കൊണ്ടുപോകും. അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ചുളിവിലൊരു ട്രിപ്പ് അടിച്ച സന്തോഷമല്ലേ. ബാക്കിയുള്ളവനാകെ കൂടെ ടെൻഷൻ അടിച്ചു പോയി, ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്തു കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, കുറച്ച് ദിവസമായിട്ട് അവൾക്ക് ഇങ്ങനെ കഫക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വോമിറ്റ് ചെയ്താണ്. ഞങ്ങൾ ആൻറ്റിബയോട്ടിക് കൊടുത്തപ്പോൾ അത് അതേപോലെ ഇങ്ങോട്ട് തന്നെ തന്നു. അങ്ങോട്ട് എന്ത് കൊടുത്താലും കുട്ടി അതുപോലെ തിരിച്ചു തരും ഗൈസ്. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഹേസു പിശുക്കത്തി അല്ല. നിങ്ങൾ ഞങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കിയേ, ബാത്റൂം പോകുമ്പോൾ പോലും ലിപ്സ്റ്റിക് ഇട്ട് പോകുന്ന വല്യമ്മയാണ് കുട്ടിയുടേത്. ഇപ്പം നോക്കി എന്ത് കോലത്തിൽ ഇറങ്ങി വന്നതെന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അയ്യോ എന്ത് കോലടി നമ്മളേന്നാണ് പറയുന്നത് കേട്ടോ. ഇന്ന് ആക്ച്വലി രാവിലെ എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നതാട്ടോ. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ അതിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത് ക്യാൻസൽ ആയിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ അവൾക്ക് വയ്യാണ്ടായപ്പോഴും ഞാൻ വീട്ടിലുണ്ടായിരുന്നത്, അല്ലെ ഞാൻ വീട്ടിലുണ്ടാവില്ലായിരുന്നു. ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കുമ്പോഴാണ് കാറ് വീട്ടിലില്ല, അത് വർക്ക്ഷോപ്പിൽ ചെറിയൊരു പെയിൻറ്റിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ആയിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് കാറും ഉണ്ടായിരുന്നില്ല, ഓട്ടോ വിളിച്ചിട്ടൊക്കെ പോകേണ്ടി വന്നു കേട്ടോ. ഞങ്ങൾക്ക് എസ്കോട്ടും ഉണ്ട് ഗൈസ്. വൈശാഖേട്ടൻ ബൈക്കിൽ ഞങ്ങളെ കൂടെ തന്നെ വരുന്നുണ്ടായിരുന്നു. എൻ്റെ കുട്ടീൻ്റെ മുഖത്ത് ആ ചിരി അങ്ങോട്ട് നോക്കി. ഇനി നെബുലൈസേഷനാണ് ചെയ്തത്, പെർ ഡേ 2 പ്രാവശ്യം ചെയ്യണം. അപ്പോൾ 2 നേരമായിട്ട് ഇവർക്ക് KMCTയിലേക്ക് പോകാം. അച്ഛൻ പോണ വരെ രാവിലെ വൈകുന്നേരം ഓരോ ട്രിപ്പ്, അത്രേ കുട്ടി ഉദ്ദേശിച്ചുള്ളൂ. ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിൽ സീനിയോറിറ്റി തുമ്പിക്കായതുകൊണ്ട് തന്നെ വന്ന പാടും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ആവി പിടിച്ചോ അമ്മയെന്ന്. കാരണം ഇവളെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയിട്ടേ ഇവക്കു തന്നെയാണല്ലോ പരിപാടി. അങ്ങനെ ഹേസു കുറച്ച് നേരമൊക്കെ അങ്ങനെ കിടന്ന് കളിച്ചു കേട്ടോ. പാവം കുട്ടിയെ കപക്കെട്ടുള്ളതുകൊണ്ടേ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കുറച്ച് നേരമൊക്കെ അങ്ങനെ കളിക്കും, മരുന്ന് കൊടുത്ത് അതേപോലെ ഓള് വാള് വെക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ശീലമായി ഗൈസ്. അങ്ങനെ ഇതാ അമ്മ കുട്ടീനെയും വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ എസ്കോട്ടിന് വന്ന സേട്ടൻ ഞങ്ങൾ ഇവിടെ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എത്തിയത് കേട്ടോ. അപ്പോൾ അത് എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുകയാണല്ലേ ഞാൻ. അത് പിന്നെ എല്ലാ ഭാര്യമാരും അങ്ങനെയാണല്ലോ. അച്ഛമ്മയും കുട്ടിയും കൂടെ തുണി വിരിച്ചിട്ട് വരുന്ന വരുത്താണ് കേട്ടോ. ബാക്കി വിശേഷമൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ബൈ.